ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. കണ്ണൂർ പുന്നത്ത് ബോംബ് സ്ഫോടനത്തിൽ 3 പേർക്ക് പരിക്ക്. നിർമ്മാണത്തിനിടെ പൊട്ടിയതാണ് എന്ന് സംശയം. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം നായി നക്കി സാറേ. ഇവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ട് എന്നതിന്റെ സൂചനകളുണ്ടോ? ഞാനല്ല. നീയല്ലേ? CPM നീയല്ലേ? അപ്പൊ നീ എന്നെ ഞാനാവണമെങ്കിൽ ഞാനാവാം. CPM പ്രവർത്തകരാണ് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട പരിക്കേറ്റ ആശുപത്രിയിൽ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇത് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ തന്നെയാണ് അപകടമുണ്ടായത് എന്ന നിഗമനത്തിലാണ് പോലീസും നാട്ടുകാരുമെല്ലാം. ആദ്യം ആണി കടിച്ചെടുക്കണം, എന്നിട്ട് എണ്ണണം. 10 എണ്ണുന്നതിന് മുമ്പ് ഇറങ്ങിയിരിക്കണം. ഓക്കെ ഓക്കെ. 1 2 3 4 5 6 7 8 9 10. സമീപത്ത് നിന്ന് 15-10ഓളം ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. നിലവിൽ ഇപ്പോൾ 3 പേരാണ്. 3 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുള്ളത്. ഹലോ, എന്താ ഇത്ര വൈകിയത്? പരിക്കേറ്റവരൊരാൾ കള്ളപ്പേരിലാണ് ചികിത്സ നേടിയെന്ന വിവരം പുറത്തുവരുന്നു. തെളിവ് നശിപ്പിക്കാൻ തുടക്കം മുതലേ സംഭവ സ്ഥല ശ്രമം നടന്നുവെന്ന് ഇപ്പോൾ പോലീസും പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം അബദ്ധമായി പോകുന്നു സാർ. തുടക്കത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം അവിടെ നടന്നിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ കതിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ എത്തി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? ഇന്നലെ ഉച്ചയ്ക്ക് 1:30 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. 5 CPM പ്രവർത്തകരാണ് ഒരു പറമ്പിൽ എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കട തേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കരിഞ്ഞു. എന്നാലും ഭഗവതി, ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ അണ്ടവാ. ഉറക്കെ വായിക്കും. കണ്ണൂർ ബോംബ് നിർമ്മാണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവിനെ കോടതി വെറുതെ വിട്ടു. അത് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയാ.